പാണ്ഡുവിന് മീനില്ല തരൂല. നാലഞ്ച് മൊയലിനെ നമ്മൾ ഗീവ് ചെയ്തായിരുന്നു. ആവുവിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. അവിടെ ഇരുന്നേടാ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്? എപ്പോഴാണ്? മീനാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പപ്പിയുണ്ട്, പാണ്ടയുണ്ട്. ഇന്ന് നമ്മളൊരു മീനെ പിടിക്കുന്ന വീഡിയോ ആണ് കാണാൻ പോണത്. നമ്മുടെ കുളത്തിൽ മീനെ ഇട്ട് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു 4 മീനെ പിടിക്കാം. പപ്പി ഇവിടെ കയറുന്നേ. ഉച്ച കഴിഞ്ഞിട്ട് ഓടുകൂടാം. ഓടിരുന്നേ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. നമുക്ക് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാൻ പറ്റുന്ന, അതും ഗെയിം കളിച്ച് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. വിൻസോ എന്ന് പറയുന്ന ഒരു ആപ്പ്. അതൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. 12+ ലാംഗ്വേജസിൽ നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. മാത്രമല്ല 70 പരം ഗെയിമുകളുണ്ട് ഇതിനകത്ത്. ലൂഡോ, ക്യാരം, റമ്മി, പോക്കർ അങ്ങനെയുള്ള ഗെയിംസ് ഇഷ്ടം പോലെ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ സാധിക്കും. നമുക്ക് ഈ സ്പോർട്സ് ഗെയിംസ് ആയിട്ടുള്ള ബാറ്റിൽ ഫീൽഡ്, ഫ്രീ ഫയർ, COD, ക്ലാഷ് റോയല് അങ്ങനെയുള്ള ഗെയിംസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. വേൾഡ് വാർ സെഗ്മെന്റിലും ടൂർണമെന്റ് സെഗ്മെന്റിലും ഒക്കെ നമുക്ക് ഗെയിംസ് അവൈലബിൾ ആണ്. അതിൽ റിയൽ പ്ലെയേഴ്സിനെ ഉപയോഗിച്ചാൽ നമുക്ക് ഗെയിമുകളിൽ കളിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കളിച്ച് നമുക്ക് 50 ലക്ഷം രൂപ വരെ നമുക്ക് നേടാം. ഇങ്ങനെ കിട്ടുന്ന പൈസ ആയിക്കോട്ടെ നമുക്ക് ഗൂഗിൾ പേയോ പേടിഎം ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് റിട്രീവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഫ്ലിപ്കാർട്ട് പോലുള്ള സ്റ്റോറുകളിൽ ഇവർക്ക് ഡിസ്കൗണ്ടും ഉണ്ട്. ഗെയിമിംഗ് കറൻസീസ് ആയിട്ടുള്ള ഫ്രീ ഫയർ ഡയമണ്ട്സ്, അതുപോലെ മൈൻക്രാഫ്റ്റിൽ ഗിഫ്റ്റ് കാർഡ്സ്, ലോഡ്സ് ഡയമണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യാം. നമുക്കിത് കളിച്ച് വിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് മാത്രമല്ല, മിന്ത്ര, ഡോമിനോസ് അങ്ങനെയുള്ള പല മൾട്ടി ബ്രാൻഡുകളിലും ഇവരുടെ ഡിസ്കൗണ്ട് കാർഡുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. കളിച്ച് ജയിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് പ്രൈസുകളും നമുക്ക് കിട്ടും. അപ്പോൾ ഗെയിം കളിച്ച് കുറച്ച് പോക്കറ്റ് മണി നമുക്ക് വിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലിങ്ക് വഴി നിങ്ങൾ കയറുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 50 രൂപ ബോണസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യുക. നമുക്ക് നല്ല പച്ച കുരുമുളകൊക്കെ ഇട്ടിട്ട് അത് വറക്കാം. ഇവന്മാർക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ മീൻ പിടിക്കാൻ പോവുകയാണ്. മഴയാണ് വരുന്നത്. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പോഴിതാ ഉച്ച കഴിഞ്ഞ് എന്നും മഴയാണ്. ഇവൻ പാണ്ടയല്ല, ഇവൻ വേറെ സാധനമാണ്. തപ്പി മീനെ പിടിക്കാം. ഇവനിങ്ങനെ എടുത്ത് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ഇവനിപ്പോൾ അടങ്ങിയിരിക്കുന്നത്. അങ്ങ് നിലത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ആറ്റം ബോംബിന് നമ്മൾ തിരിയെടുത്തിട്ട് അതിൻ്റെ പുറകെ ഒരു വാണാം കൂടെ കത്തിച്ച് വിട്ടാൽ എന്നാണോ അവസ്ഥ അതായിരിക്കും. ഇല്ലേടാ, എന്നെ എടുക്കാനല്ലേ. അടുത്ത ദിവസം നമ്മൾ ഇവരെ 2 പേരോടെ ഒന്നിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. സർപ്രൈസാണത്. ഇവർക്ക് സർപ്രൈസ് ആയിരിക്കും. നിങ്ങളോട് പറയാം, കുത്തിവെപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. 2 കൊണ്ട് കുത്തിവെപ്പിക്കണം. ഇപ്പോൾ വാക്സിൻ എടുക്കാറായി. അന്നേരം എന്തായാലും 2 പേരും ഒന്നിച്ചുണ്ടാകും. അപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം നമ്മൾ വാക്സിൻ എടുക്കാൻ പോകും. അപ്പോൾ മീൻ പിടിക്കാൻ പോവാം. അതിന് മുമ്പ് നമ്മൾ പാണ്ടനെ ഇങ്ങനെ പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇവൻ മീനിനെ മാത്രമല്ല പലതിനും പിടിക്കും. നോക്കിയാ വിളിച്ചാ നോക്കുമെന്ന് നോക്കി. ഇവനെ കൊണ്ട് വല്ലയിടത്തും പോകാൻ കൊള്ളുവോ? എന്നിട്ട് പാണ്ടനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള പേര്. ട്രെയിനിങ് കൊടുക്കാഞ്ഞിട്ടല്ലേ? അതിന്റെ തെറ്റാണ്. പാണ്ടു ഇത് പാണ്ടു കണ്ടോ, ഇന്നാന്ന് പറഞ്ഞ അവൻ നോക്കും. അവന്റെ പേര് വിളിച്ചവൻ നോക്കൂല. അവനറിയാം അവന്റെ പേര് ഇതൊക്കെയെന്ന്. പാണ്ടു സിറ്റ് സിറ്റ്. ഇടി വരുന്നുണ്ട്, അതിന് നമുക്ക് പിടിക്കാൻ പാ. അപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മൾ മീൻ പിടിക്കുന്നത്. ഇതാ നമ്മുടെ വല. ഇത് വെച്ച് നമ്മൾ കോരിങ് എടുക്കുന്നുള്ളൂ. മീനുണ്ട്, നമ്മുടെ കുളത്തിലായുണ്ട്. ഇപ്പം അത്യാവശ്യം ഒരുമാതിരി വലുപ്പമായി. ഇവന്മാരെ നമുക്ക് വറക്കാം.
ഇതൊക്കെ അത്യാവശ്യം വലിപ്പം കേട്ടോ. നമുക്ക് ഒത്തിരി അങ്ങനെ എടുത്തുമില്ല, കാരണം പാമ്പ് വന്ന് പിടിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളിതിനകത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് മാറിക്കേ 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 പണ്ട് മാറിക്കേ. ഇത് ചെറുതാണ്, ഇനി നമ്മൾ വിടും. ഇതും ചെറുതാ, ഇവനെ നമ്മൾ വിടും. ആ ചോര കണ്ടു ഗൈസ്, ചോര കണ്ടു. കൊണ്ട് നമുക്ക് ഉറക്കാം. കണ്ടത് കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മസാല. ഇത് കണ്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളകുണ്ട്, കാന്താരിമുളകുണ്ട്, ഗരം മസാലയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ജീരകമുണ്ട്, ഉപ്പുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്. ഇത്ര സാധനം കൂടെ നമ്മൾ പേസ്റ്റാക്കി മീനിനെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ വറക്കും. അവന്മാർക്കുള്ള പറഞ്ഞ പോലെ പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, വറക്കാതെ. മീൻ വറുത്തമൊക്കെ നമ്മൾ കഴിക്കുമ്പം അതിൻ്റെ അകത്തുനിന്ന് അവന്മാർക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതൊരു മീൻ ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടങ്ങ് വേവിച്ച് കൊടുക്കാമെന്ന് കരുതി. ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി. ഒരിടത്ത് മീൻ വറുക്കുമ്പോൾ ഒരിടത്ത് മമ്മി ഇതാ ഇവിടെ ബോളി ഉണ്ടാക്കിയാണ്. ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി ചൂട് പൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിപ്പോൾ ചട്ടിയിലായിട്ടുണ്ട്. തൊലി പൊളിച്ചതൊക്കെ നിമിഷം കേട്ടോ, ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ഇതാണ് നമ്മുടെ അരപ്പ്, മുമ്പ് എടുത്ത് വെച്ച മസാല എല്ലാം കൂടെ അരച്ചേക്കുന്ന അരപ്പാണ്. ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമെന്നാണ് നിമിഷം പറഞ്ഞത്. ഒഴിക്കൂ. ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്. എല്ലാത്തിലും വേണ്ട, രണ്ടെണ്ണം പപ്പിക്കും വേണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, തിരുമ്മിക്കുമോ? ഇപ്പോൾ നല്ല മഴയാട്ടോ വരുന്നത്. അത് നമ്മൾ അകത്തോട്ട് മാറ്റിയത്, അല്ലെങ്കിൽ നമ്മൾ പുറത്തിട്ട് വറുത്തേനെ. പാണ്ടുവിന് മീനില്ല, പാണ്ടുവിന് മീനില്ല, തരൂല. ഇല്ല, പപ്പിക്ക് മാത്രമേ ഉള്ളൂ, പപ്പിക്ക് മാത്രമേ ഉള്ളൂ. പാണ്ടുവിന് നോ മീൻ, പാണ്ടുവിന് നോ മീൻ. പപ്പിക്കുട്ടാ, മീൻ വേണോടാ, മീൻ. അപ്പോൾ ഇത് നമ്മുടെ മീന്. പിന്നെ അമ്മമാർക്ക് ഇച്ചിരി റൈസ് ഉണ്ട്. റൈസിനകത്ത് നമുക്ക് ഇപ്പം പുഴുങ്ങിയ മീനോട് ഇട്ട് അവർ കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നിങ്ങളോട് പറയാനുണ്ടല്ലോ. നമ്മൾ പുല്ലേത്താമെന്നാണ്. പിന്നെ നമ്മുടെ ഇനി വരാനുള്ള എപ്പിസോഡ്, എന്താ വീഡിയോ ലേറ്റ് ആകുന്നത്, എന്താ വീഡിയോ ഇടാത്തത്, വീഡിയോ കുറവാണല്ലോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മുടെ വെബ് സീരീസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വെബ് സീരീസ് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു കുറച്ച് സാധനം എടുക്കാനുണ്ട്, അതും ഷൂട്ട് ചെയ്ത് അതിൻ്റെ ആദ്യത്തെ പോർഷനെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. അപ്പോൾ അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഉടനെ വരും കേട്ടോ. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ നമുക്കൊരു വർക്കുണ്ട്, ആ വർക്കിൻ്റെ പുറകെയാണ് കൂടുതൽ സമയവും. അപ്പോൾ അതും കൂടി ഒന്ന് തീർത്തതിന് ശേഷം നമ്മൾ പിന്നെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മാവുവിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിരിക്കും. എന്നുവെച്ചാൽ മാവുവിന് നമ്മൾ വേറെ ആൾക്ക് കൊടുത്തു കേട്ടോ. ഒരു 4-5 മുയലിനെ നമ്മൾ ഗീവ് അവേ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഗീവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് കൊടുത്തതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു, അത് കൊടുത്തായിരുന്നു കേട്ടോ. മാവ് വരും. ഇനി നമ്മുടെ വെബ് സീരീസിലൊക്കെ ഗസ്റ്റ് റോൾ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ പപ്പിക്കുട്ടൻ്റെയും പാണ്ടക്കുട്ടൻ്റെയൊക്കെ വെച്ചുള്ള 1-2 സ്റ്റോറീസ് നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നോ കിടപ്പുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ അയച്ചു തന്ന 2-3 സ്റ്റോറികൾ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനി വരാൻ പോണത്. മുടിയൊക്കെ വെട്ടി ഒതുക്കാനും ഷേപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. ഒത്തിരി പേര് റിപ്പീറ്റഡായിട്ട് പറയുന്നുണ്ട് ഇച്ചിരിയോടെ നീണ്ടിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം കേട്ടോ, ഇച്ചിരിയോടെ നീണ്ടോട്ടെ. ഉണ്ട് ഇത് തന്നെ അറിയോ, ഞാൻ വീട്ടിൽ മമ്മി നിമിഷയൊക്കെ പറയുന്നത് ഇതൊന്നും കൊണ്ട് വെട്ടിക്കാൻ എൻ്റെ പൊന്നോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചിത്രശലഭം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ചിലപ്പോൾ പുഴുവിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഇത് പുഴുവാന്ന് കരുതിയാൽ മതി. ഇച്ചിരിയോട്ട് നീണ്ടു കഴിയുമ്പോൾ നമുക്ക് സ്ട്രൈറ്റൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ചിത്രശലഭമാവും എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ അല്ലേ. അപ്പം മാവിനെ പോലെ തന്നെ ഒരുപാട് നാടൻ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഓണേഴ്സ് ഇല്ലാതെയോ അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാതെയോ ചിലപ്പോൾ വീടുകളിൽ പൂച്ചകൾ പ്രസവിച്ചിട്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വഴിയിലൊന്നും കളയാതെ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുക. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ച് വാങ്ങിച്ച് നമ്മുടെ പോസ്റ്റായിട്ട് ഇടാം. നമ്മൾ ആദ്യമൊക്കെ കുറേ പൂച്ചക്കുട്ടികളുടെ ഒക്കെ ഫോട്ടോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പൂച്ചകളെയും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പേർഷ്യൻ ക്യാറ്റിനെ വാങ്ങിച്ചാലെന്നുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പേർഷ്യൻ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രോസിനെ ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുവാണ്. അപ്പം പുള്ളിക്കാരിനെ വെച്ചിട്ടും പേർഷ്യൻ ക്യാറ്റ് ക്രോസിനെ വെച്ചിട്ടും ഒരു സ്റ്റോറി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ഓരോരുത്തരെ കൊണ്ടുവരാം ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ നമ്മുടെ കഥകളും കുറച്ചുകൂടെ വൈഡാവും, നമ്മുടെ സ്റ്റോറിയൊക്കെ അടിപൊളിയായിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വർക്കിൻ്റെയൊക്കെ ഒന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ നിങ്ങളെ ഫുൾ ടൈം ശല്യം ചെയ്യുന്ന രീതിയിൽ നേരത്തെ പോലെ ഫുള്ളായിട്ട് വീഡിയോസ് ഇടുക കേട്ടോ. നമ്മൾ ചില ദിവസങ്ങളിൽ 2 വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇടാവേ. അല്ല വേറെ ഒന്നും നോക്കിയിട്ടല്ല നമ്മളിങ്ങനെ ഡിലേ ആക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ഉണ്ടാകുന്ന പെറ്റ്സിനെ അല്ലെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ മൊബൈലിനെ തന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങളോട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. മൊബൈലൊക്കെ 5-6 ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഗീവ് ആയിട്ട് ഇട്ടു. അല്ലാത്ത കേസുകളിൽ നമുക്ക് അത്യാവശ്യം ചിലർക്ക് നമ്മുടെ അടുത്ത് നേരിട്ട് ചോദിക്കുമല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാം കേട്ടോ. പിന്നെ ഇനിയൊരു യാത്ര വരുന്നുണ്ട്. പറഞ്ഞ രീതിയിൽ നമ്മൾ പണ്ട് ഒരു മറയൂർ ട്രിപ്പ് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, ഇടുക്കി സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടിരുന്നിട്ട്. അപ്പോൾ ഇടുക്കിയിലോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പപ്പിക്കുട്ടൻ്റെ ട്രാവൽ വിത്ത് പപ്പിക്കുട്ടൻ സീരീസിലോട്ട് ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം. പപ്പിക്കുട്ടനായിട്ട് മറയൂർ കാന്തല്ലൂരൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. അടിമാലി വഴി കയറി മൂന്നാർ വഴി പോകാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത മാസം നമ്മൾ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറയൂരുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു കസിനുണ്ട്, അഭിലാഷ് എന്നാണ് പേര്. പുള്ളിക്കാരൻ്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തിനനുസരിച്ച് നമ്മൾ പോകണമായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫ്രീ ആയിട്ട് അടുത്ത മാസം, അതായത് നവംബറിൽ പോകാൻ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഡേറ്റും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ പറയാവേ. അപ്പം മീൻ പിടുത്തവും മീൻ വറക്കലും ഒക്കെ ഇവിടെ തീർത്തു. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ വ്ളോഗല്ലായിരിക്കും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നിങ്ങൾക്ക് വെബ് സീരീസ് എപ്പിസോഡായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഹോട്ട് ന്യൂസ് വരുവാണെങ്കിൽ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു വഴിവിളക്ക് തെളിയാത്ത പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊപ്പം ഞാൻ അയച്ച മെയിലിന് ഇപ്പോൾ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. നമ്മുടെ PWD മിനിസ്റ്റർ നേരിട്ട് നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയർക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ട് അവർ അതിനായിട്ടുള്ള ആക്ഷൻസൊക്കെ എടുക്കുന്നുണ്ട്. വഴിവിളക്കുകളെല്ലാം റിപ്പയർ ചെയ്യാനും അതിൻ്റെ ഓഡിറ്റിങ്ങും അതിൻ്റെ എത്ര എണ്ണം തെളിയാത്തതുണ്ടെന്നൊക്കെ ഉള്ള കണക്കെടുക്കും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയിൽ അയച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി. എന്നിരുന്നാലും ഇനിയുള്ള അടുത്ത മഴക്കാലത്തെങ്കിലും വഴിവിളക്കുകൾ ശരിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം, വെബ് സീരീസ് കാണാം.